നമ്മൾ നിലവിൽ സമകാലികമായിട്ടൊരു വിഷയം സംസാരിക്കുകയാണെങ്കിൽ അമ്മയുടെ ഒരു വിഷയം വളരെ ഗുരുതരമായൊരു വിഷയമാണ് എന്ന് തോന്നുന്നു. കാരണം അമ്മയിൽ ഒരു പറ്റം സ്ത്രീകൾ നേതൃത്വത്തിൽ എത്തുന്ന സമയത്ത് നമ്മളെല്ലാവരും കയ്യേറി ഒരു സ്വാഗതം ചെയ്തൊരു കാര്യമാണ്. ആ ഇടത്ത് ഇപ്പം അൻസിബ അമ്മ വിഷയമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ആ വിഷയത്തിൽ പറഞ്ഞ പോലെ ദിയാസനയുടെ നിലപാട് എന്താണ്? ഒന്ന് എനിക്ക് ഇപ്പം ശ്വേത ചേച്ചിയൊക്കെ അമ്മയിൽ വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു ടീമിനെ ഇൻവൈറ്റ് ചെയ്തപ്പം അത് വെൽക്കം ചെയ്തതാണ്. കാരണം പല ആളുകളും പല കുറ്റങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ഭൂരിപക്ഷം സമൂഹം അത് തലപ്പത്തേക്കൊരു സ്ത്രീ വന്നു, അതുകൊണ്ടിട്ട് അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് എല്ലാവരും ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ശ്വേത ചേച്ചിയെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ശ്വേത ചേച്ചി നിങ്ങൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമായിരുന്നു. അതിനായിട്ട് ബന്ധപ്പെട്ടിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നാണ്. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു കോളേ പോയിട്ടില്ല എന്നുള്ളതാണ്. രണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ജിഹാദി എന്ന് വിളിച്ച പരാമർശമാണല്ലോ അൻസിബ ഉന്നയിച്ചത്. വലിയൊരു ഗുരുതര പരാമർശമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ടിൻചേട്ടൻ്റെ ഭാഗം എന്താണെന്നുള്ളത് അറിയാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അൻസിബ പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെ പുള്ളിക്കാരനോട് സംസാരിക്കുമ്പം അയാൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൻസിബയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്രൂഫും മറ്റു കാര്യങ്ങളും ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് അൻസിബ അനുഭവിച്ചിരിക്കുന്ന ഒരു മാനസിക പ്രശ്നം എന്ന് പറയുന്നത് അത് വലിയൊരു ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ജിഹാദി എന്നൊക്കെ ഒരു സംഘടനയ്ക്കുള്ളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒക്കെ വെച്ചിട്ട് തോന്നിയതുപോലെയൊക്കെ വിളിക്കാന്ന് പറയുമ്പോൾ അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് വസ്തുതകൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടന തയ്യാറാകുന്നില്ല അത് ഏറ്റെടുക്കാൻ, പുറത്തിത് തീർത്തോളണം എന്നൊക്കെ പറയുന്ന നിലപാടുകളൊക്കെ ഒരു വലിയ രീതിയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതൊക്കെ കൃത്യമായിട്ട് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ എവിടെ എന്നുള്ളതാണ്. ഒരു പ്രസിഡന്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, കുക്കു പരമേശ്വരൻ പോലുള്ള സെക്രട്ടറി എവിടെ എന്നുള്ളത്. എന്നാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലായിടത്തേക്കും ഓടിച്ചാടി പോകുന്നത് കുക്കു പരമേശ്വരമാണ്. കാരണം അവർ എല്ലായിടത്തും പോയി കാര്യങ്ങൾ ചെയ്യുന്നു. എപ്പോൾ വിളിച്ചാലും അവർ പറയുന്നത് ഞാൻ മന്ത്രി ഓഫീസിൽ ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളിനെ എന്തുകൊണ്ടാണ് മീഡിയകൾ ഹൈഡ് ചെയ്തതെന്നുള്ളതാണ്. ഇവിടുത്തെ ഹേമ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് കുക്കു പരമേശ്വരന് നല്ല പങ്കുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. മരിച്ചുപോയ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരിലാണ് പറയുന്നത് അവരുടെ കയ്യിലാണ് നമ്മൾ ആ പെൻഡ്രൈവ് കൊടുത്തതെന്ന്. അങ്ങനെ പറയുമ്പോഴത്തേക്കും ആ പെൻഡ്രൈവ് മിസ്സായെന്നല്ലേ വിചാരിക്കുക. ആ പെൻഡ്രൈവിൻ്റെ പേരിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്. കാരണം ഇത് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്ത രീതിയിലൊക്കെ ഉള്ള ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ അൻസിബ ഇങ്ങനെ ഒരു ഫൈറ്റ് നടത്തി വിജയിച്ച് നിൽക്കുമ്പോൾ വിച്ച് വാസ് ഗുഡ് അപ്രീഷിയേറ്റ്. ബട്ട് അൻസിബ എപ്പോഴാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ എടുത്തിട്ടുള്ളത്? ഇവിടെ എല്ലാ മീഡിയകളും അൻസിബയെ ആഘോഷിച്ച സമയത്ത് അൻസിബയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിജീവിതയെ വിളിച്ചില്ല എന്ന രീതിയിലായിരുന്നു. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് അൻസിബയ്ക്ക് വളരെ വലിയൊരു രീതിയിലുള്ള കയ്യടിയും അപ്രീസിയേഷനും ഒക്കെ കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഏത് തരം നിലപാടുകളാണ്, എപ്പോഴാണ് അതിനൊക്കെ ഉള്ളൊരു ഇതുണ്ടായത് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ സംഘടന നിലവിൽ വരുന്ന സമയത്ത് അല്ലെ ആദ്യ സമയത്തൊക്കെ അവർ പറഞ്ഞിരുന്ന കാര്യം ഇവിടുന്ന് പുറത്തേക്ക് പോയ ഒരു കൂട്ടം WCC അടക്കം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അവിടെ നിന്ന് രാജിവെച്ച സ്ത്രീകളെ തിരിച്ചു വിളിക്കും എന്ന് പറയുന്നുണ്ട്, അതിജീവിത അടക്കം തിരിച്ചു വിളിക്കും എന്ന് പറയുന്നുണ്ട്. മറ്റ് അപ്ഡേഷനുകൾ നമ്മൾ കാണുന്നുമില്ല എന്നുള്ളതാണ്. അപ്പം എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന് ചോദിക്കുമ്പോൾ വലിയൊരു ചോദ്യചിഹ്നം അവിടെ എപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിടത്താണ് ഇപ്പോൾ സന മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്നുള്ളത് എന്തുകൊണ്ട് ഈ പറഞ്ഞ അൻസിബ ഹസൻ ഈ അതിജീവനത്തിന്റെ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമുള്ളത്. കാരണം അൻസിബ ആക്രമിക്കപ്പെട്ട സമയത്തൊക്കെ തന്നെ ഇവിടുത്തെ സമൂഹവും സാമൂഹ്യ മാധ്യമങ്ങളും അല്ലെങ്കിൽ മീഡിയ അടക്കം എല്ലാ തരത്തിലും സപ്പോർട്ടും പിന്തുണ കൊടുത്തിരുന്നു. കാരണം അവിടെ നടക്കുന്ന വലിയൊരു പറഞ്ഞ കണക്ക് ജിഹാദി എന്ന വിളിയൊക്കെ തന്നെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നൊരു വിളിയാണ്. പക്ഷെ സംഘടന ആ വിഷയത്തിലൊന്നും കൃത്യമായ നിലപാടെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു പുതിയൊരു സംഘടന ഇപ്പം മറ്റെല്ലാവരും രാജിവെക്കുമ്പോൾ പുതിയൊരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നുണ്ട്. ഇനി അമ്മയുടെ ഒരു നിലവിലത്തെ യാത്ര എങ്ങനെയായിരിക്കും? കാരണം ഒരു പുതിയ കമ്മിറ്റി വരുന്നു, ഇനിയൊരു സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ പഴയ കമ്മിറ്റിയെ കുറച്ചും കൂടി ഒന്ന് അവസരം കൊടുക്കാമായിരുന്നില്ലേ എന്ന് തോന്നിയില്ലായിരുന്നു? അല്ല, ഇനിയുള്ള അവസരങ്ങൾ അവർക്ക് എത്രത്തോളം പോസിബിൾ ഉണ്ടെന്നുള്ളത് അറിയില്ല. കാരണം ഇതിനകത്ത് വിള്ളലുകളും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്തെ തീരുമാനമെടുക്കേണ്ട കമ്മിറ്റി തീരുമാനം എടുത്തില്ല എന്നുള്ളിടത്താണ് അവരുടെ പാകപ്പിഴ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതൊരു ചെറിയ വിഷയമായിട്ട് കാണാൻ പറ്റില്ല. അൻസിബ ആരോപിച്ചതെന്ന് പറഞ്ഞാൽ ജിഹാദി എന്ന് വിളിച്ചു എന്ന് പറയുന്നു, നീന കുറുപ്പിനുണ്ടായ പ്രശ്നങ്ങളെ പറ്റി പറയുന്നു, ടിനി ടോം എന്ന് പറയുന്ന നടനിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തെപ്പറ്റി പറയുന്നു. പക്ഷേ ഞാൻ പേഴ്സണലി എൻ്റെ ഒരു കാര്യം പറയുന്നത്, എനിക്ക് ടിനിച്ചേട്ടനെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അത്രയും വലിയൊരു ക്രൈമൊക്കെ നടത്തി അങ്ങനെ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട്
ഒരാളിന് ഏത് തരത്തിലാണ് ഒരു പ്രശ്നം ഹേർട്ട് ആവണമെന്ന് വെച്ചാൽ അത് അയാളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അൻസിബയ്ക്ക് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് തോന്നുന്ന ആവില്ല അപ്പോഴും അൻസിബയ്ക്കുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഇടത്ത് അൻസിബ എടുത്തത് നല്ല ഇതാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റുകൾ എപ്പോഴും ഈ പറഞ്ഞ നിലപാടുകൾ എപ്പോഴും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എടുക്കാൻ പറ്റാതായിപ്പോയത് വലിയ പിഴ തന്നെയാണ്. പക്ഷേ മുന്നോട്ട് പോകാമായിരുന്നു. അത് ശ്വേത ചേച്ചിയെ പോലുള്ള ആളുകൾക്ക് കുറേ കൂടി ഈ മറ്റ് ആളുകളുടെ അഭിപ്രായം കേൾക്കാതെ, ആളുകളുടെ ഒരു സപ്പോർട്ടിങ് വാങ്ങിക്കാതെ ചേച്ചിയുടേതായിട്ടുള്ള കുറച്ചുകൂടെ നിലപാടുകൾ തുറന്നു പറയുന്ന സാഹചര്യം മുന്നോട്ട് വെക്കുന്ന ഒരു ഗുരുതരമായ ഒരു ആരോപണം എന്നുള്ളതിന് പിറകിൽ വലിയൊരു മാഫിയ അല്ലെങ്കിൽ വലിയൊരു കൂട്ട മനുഷ്യരുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങളൊന്നും പറയുന്നൊരു പോലെ അല്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശ്വേത ചേച്ചിയുടെ കാര്യം ബിഗ് ബോസ് സീസൺ മുതൽ കാണുന്നതാണ്. എനിക്ക് ചേച്ചിയുടെ ജേണിയെ പറ്റിയിട്ട് അറിയാം. അവർക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ഥാനമാനങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുള്ള ഒരാളൊന്നുമില്ല. അവരൊരു ഭയങ്കര ചില്ലായിട്ട് ജീവിതമൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ മേളിൽ വലിയ രീതിയിൽ ആരോപണങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെയൊക്കെ വസ്തുതകളെ പരിശോധിക്കട്ടെ, അത് കൃത്യമായിട്ട് മുന്നിലേക്ക് വെക്കണം. അതിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ശ്വേതചേച്ചി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലിതായിക്കോട്ടെ. മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അമ്മയിൽ നിന്ന് രാജിവെച്ച് ശ്വേതാ മേനോനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നടിയെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടിട്ടാണ്. അതിൽ ആളുകൾ മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് ഒരു അധികാരവും വേണ്ട, പക്ഷെ അവർ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവരെ ആളുകൾ പറ്റിച്ചു. അവരുടെ കൂടെ നിന്ന എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അവരെ പാമ്പർ ചെയ്ത് അവരെ കുഴിയിൽ കൊണ്ടുവന്ന് ചാടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോഴും പരിഹരിക്കപ്പെട്ടെ എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വളരെ കൃത്യമായി തന്നെ ഇടപെടാൻ സാധിക്കുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ രാജിയൊക്കെ തന്നെ വലിയ രീതിയിൽ നമുക്കൊരു ഷോക്കിംഗ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വലിയൊരു സത്യമാണ്. പക്ഷെ സ്ത്രീകൾ ഇനിയും നേതൃത്വത്തിൽ എത്തട്ടെ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാൻ സാധിക്കട്ടെ. കാരണം പക്ഷെ ശരിക്കും ലക്ഷ്മിപ്രിയനെ പോലുള്ള ആളുകളുടെയൊക്കെ നിലപാടുകളും സ്റ്റേറ്റ്മെന്റുകളൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതായത് ഭയങ്കര വർഗീയതയിലേക്ക് കൊണ്ടെത്തുന്ന ശ്വേത ചേച്ചിനെയൊക്കെ ഇട്ടുകൊടുക്കാൻ തന്നെ ഒരു കാരണം ലക്ഷ്മിപ്രിയക്കൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രയും വർഗീയപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ ഉഷ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്നതായിക്കോട്ടെ, മറ്റ് ആർട്ടിസ്റ്റുകളെ പറ്റി സംസാരിക്കുന്നതായിക്കോട്ടെ, അവർ പണ്ട് മുതൽ ശപിക്കുന്നതൊക്കെ ആയിക്കോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയുടെ ഈ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു മൂല കാരണം ആ സ്ത്രീയെ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അത് അത്രയും വലിയ രീതിയിലുള്ളൊരു പ്രശ്നമായിരുന്നു. കാരണം ലക്ഷ്മി പ്രിയയ്ക്ക് പലപ്പോഴും കുറേയധികം സംയമനമൊക്കെ പാലിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിച്ചിട്ടൊക്കെ മുന്നോട്ട് പോവാം. പക്ഷേ ഈ എടുത്ത നിലപാടും രീതികളും ശരിയായില്ല. തീർച്ചയായിട്ടും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ഒരു പക്ഷേ എല്ലാ സ്ത്രീകളുടെ വിഷയത്തിലും ഇടപെടുന്ന കുറച്ചധികം മനുഷ്യരുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാ വിഷയത്തിലും എല്ലാ ഫെമിനിസ്റ്റുകളും ഇടപെടണം എന്നുള്ളത് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ചില വിഷയങ്ങളിൽ മനസ്സിലാക്കില്ല. എല്ലാവരും പറയുന്നത് ഞങ്ങൾ സെലക്റ്റീവ് ചെയ്യുന്നതാണ്. അതാണ്, നമ്മളൊരു സെലക്റ്റീവ് ആണെന്നാണ്. ഇവിടുത്തെ മൈനോറിറ്റി മനുഷ്യർക്കും സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കുമ്പോൾ എവിടെയാണ് അത് സെലക്റ്റീവ് ആകുന്നത്? ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്കും പൈസക്കാരായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന തീവ്രമായിട്ടുള്ള നമ്മളുടെ ടൈമിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ലോകത്തെ എല്ലാ കുത്തകകളും നമ്മൾ ഏറ്റെടുത്തോളാന്ന് ആരെടുത്തും പറഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.